ട്രിപ്പിൾ ട്രെയിനിന്റെ മാതൃകയിലാണ് ഓക്സിജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആർക്കും കയറാം. നമ്മൾ പറയാറില്ലേ, കുചേലന് മുതൽ കുബേരന് വരെ ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. സോ തീർച്ചയായും ഈ ഒരു എന്താ പറയാ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ ഡിവൈൻ ബിസിനസ്. ഞാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ ബിസിനസ്. ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു അവസരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തിനു അമാദിക്കണം? നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? ഇതെന്തിനാ നിങ്ങൾക്ക് ഗിൽറ്റി കോൺഷ്യസ്? നിങ്ങൾക്ക് എന്തിനാ അപകർഷത ബോധം? നമ്മൾ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ പോലും അവർക്ക് 10,000 രൂപ അവരുടെ റെഡി ബാലൻസിലേക്ക് കിട്ടും. ഈ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കത് എന്ത് ചെയ്യാം? റെഡീം ചെയ്യാം. അപ്പൊ നമ്മളൊരു സഹായമല്ലേ ചെയ്യുന്നത്? ഇത്രയും മനോഹരമായി ഈ ബിസിനസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ, നമ്മളിവിടെ പ്രാവർത്തികമാക്കി കാണിക്കാൻ പോവാണ്. കാണിച്ചു സുഹൃത്തുക്കളെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കാരണം ഇനി കളി വേറെയാണ്, വേറെ ലെവലിലാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും നമ്മൾ എല്ലാവരും തയ്യാറാവുമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ജീവിതം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവിതം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ നിറവേറ്റുന്ന സമയത്ത് സമൂഹത്തിന്റെ ഓരോ ജീവിയോടും നമ്മൾ അധികം വേണ്ടവരായിരിക്കണം എന്നുള്ളത്, സമൂഹത്തിൽ നമ്മൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണ്. നമുക്ക് നമ്മളോടൊപ്പം ഒരുപാട് സഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ലോകത്തില് ഒരു വലിയ അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ആളുകളെ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ കണ്ടുകൊണ്ട് അവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട കമ്പനിയുടേതായിട്ട് പല പ്രോജക്റ്റുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം അതിന്റെ സമയാസമയത്ത് സമയബന്ധിതമായി വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായി കമ്പനി എക്സിക്യൂട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.